ഞാൻ തരും. ചിലപ്പോൾ ഞാൻ മറന്നു പോകും, അതുകൊണ്ടാണ്. പിന്നെ ജോലി തിരക്കുണ്ട്, പക്ഷേ സബ് ഉറപ്പായും കിട്ടും. ഓക്കെ, അത് തന്നെയാണ് സോളോ ഞാനും പറഞ്ഞത്. ഇടയ്ക്ക് തിരക്കുള്ള സോളോയെ ലൈവിൽ പോയി ഒന്ന് ഓർമ്മപ്പെടുത്തണം, ഒന്ന് സംസാരിക്കണം. അപ്പോൾ തീർച്ചയായിട്ടും അടുത്ത സോളോയ്ക്ക് സമയം കിട്ടുമ്പോൾ ലൈവിലോട്ട് വരും. ആ, അതാണ് അങ്ങനെ പറയുക. മായ പറഞ്ഞ കേട്ടില്ലേ, നമ്മൾ ചോദിച്ച് മേടിക്കും. തീർച്ചയായിട്ടും മേടിക്കണം, തീർച്ചയായിട്ടും. അപ്പോൾ അടുത്ത ഒരു പുതിയ ഓഫർ ഇവിടെ വന്നിട്ടുണ്ട്, കണ്ടോ? മായ കണ്ടോ? പാസ്റ്റ് പറയുന്നുണ്ട് ഞാൻ എത്ര 30 തരുമെന്ന്. 25 ആ നസി പറയുന്നുണ്ട് പാസ്റ്റ് കൂട്ടാക്കിയിട്ടുണ്ട്, തിരിച്ചു തരണമെന്ന് പറയുന്നുണ്ട്. യൂസർ പറയുന്നുണ്ട് നമ്മളെ മധുസാറ് വീണ്ടും വന്നു, എന്നെ സബ് ചെയ്തിട്ട് ഒരു കാര്യവുമില്ല, തിരിച്ചു തരാൻ ഒരു സബും ലൈക്കും മാത്രം. അതെ അതെ അതെ, മധുസാറിൻ്റെ കയ്യിൽ ഒരു സബുണ്ട്, അത് ആർക്ക് വേണമെങ്കിലും തരും. പിന്നെ ലൈവിൽ വന്നാൽ ലൈക്കും തരും. എനിക്ക് ആ ഓഫർ കേൾക്കുമ്പോഴാണ് ആദ്യം 15, പിന്നെ 20, പിന്നെ 25. ഞാനും സൗദി അറേബ്യയിൽ ജോലി ചെയ്യുന്ന ഒരാളാണ്, തിരക്കുണ്ട്, അതുകൊണ്ടാണ്. ഓക്കെ, മനസ്സിലായി, അറിയാമല്ലോ പാത്സ്, നമുക്കെല്ലാം അറിയാം. തിരക്കുണ്ട്, തിരക്കിനിടയിലും നിങ്ങൾക്ക് നല്ലപോലെ ചെയ്യാനും കഴിയുന്നുണ്ട്. തിരക്കില്ലാത്ത നമ്മളെക്കാളും നല്ലതായിട്ട് സോളോയ്ക്കും അങ്ങനെ തന്നെ നല്ല ജോലി തിരക്കാണ്. ലൈവിൽ ഞാൻ അധികം കമൻറ്റ് വായിക്കാറില്ല, എനിക്ക് വായിക്കുന്നതിനപ്പുറത്താണ് കമൻറ്റ് വരുന്നത്, അതുകൊണ്ടാണ് സ്കിപ്പ് ചെയ്യാൻ മിക്കപ്പോഴും. അതെ അതെ, തീർച്ചയായിട്ടും അങ്ങനെയാണ്. അതാണ് 3 ഷോട്ട് വീഡിയോ കമൻറ്റ് ചെയ്യണം എന്ന് എളുപ്പമാകും. ഓക്കെ ഓക്കെ. എന്നാൽ മധുസാറെ ആ ഒരു സബ് എനിക്ക് ഒന്ന് തരുമോ എന്ന് ചോദിക്കും. അതാ മധുസാറിൻ്റെ സബിന് ഇതുവരെ സബ് ചെയ്തിട്ടില്ലേ മധുസാറ്? മധുസാറിന് അതിന് മുമ്പ് നമ്മളെ ലൈവിലൊന്ന് പരിചയപ്പെട്ടതല്ലേ? തീർച്ചയായിട്ടും മധുസാറ് ലൈവിലുണ്ടെങ്കിൽ തരും. എനിക്ക് പക്ഷേ ഒരു കാര്യം കൂടെ ഉണ്ട് കേട്ടോ മായ, മധുസാറ് പിന്നെ ലൈവിലോട്ട് വരുമ്പം മധുസാറിന് ബ്ലൂ കൊടുക്കണം വന്നുടൻ. എനിക്ക് ഷോർട്ട് ലിസ്റ്റ് കമൻറ്റ് പറ്റുന്നില്ല എന്ന് പറയുവാണ് സന്ധ്യ. ഒരു കാര്യം ചെയ്യാം സന്ധ്യ, പറ്റുന്നില്ലെങ്കിൽ ഇത് ഏതെങ്കിലും വീഡിയോയ്ക്ക് താഴെ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഷോർട്ട് കിടപ്പുണ്ടല്ലോ, അതിലൊരു കമൻറ്റ് കിടപ്പുണ്ട്, അതിന് താഴെ പോയി കമൻറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ നല്ലത് വീഡിയോയിലാണ്, വീഡിയോയിൽ എളുപ്പമാണ്, വീഡിയോയിൽ എളുപ്പം ചെയ്യാൻ പറ്റും. മറ്റേതൊക്കെ അവർ ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുവാണ്, അതിൽ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. ഇല്ല, ഞാൻ മിനിഞ്ഞാന്ന് ആണ് കണ്ടത്. ഓക്കെ ഓക്കെ, അതെയാണോ? ഓക്കെ, ഡണ്ണം പറയുന്നുണ്ട് സന്ധ്യ, അല്ല മായ. മധുസാറ് പോയോന്നറിയില്ല, മധുസാറ് പോയെങ്കിലും ഇനി നമുക്ക് അടുത്ത മധുസാർ മിക്കവാറും എൻ്റെ ലൈവിലും വരാറുണ്ട്. മധുസാറിൻ്റെ അത് പിന്നെ സബ് ഗ്യാരണ്ടിയാണ്. യൂസർ എന്ന് പറഞ്ഞ് ചിരിക്കുന്നുണ്ട് സോളോ. യൂസർ എന്ന് പറഞ്ഞാൽ നമ്മളെ മധുസാറാണ്. മധുസാറ് ഒരു ആയുർവേദ സ്പെഷ്യലിസ്റ്റാണ്. പുള്ളിക്കാരന് ചാനലൊന്നുമില്ല, നമ്മളെയൊക്കെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി വരും. പറഞ്ഞതുപോലെ പിന്നെ പറ്റിയ ഒരു സബ് തരണമെങ്കിൽ ഉണ്ട്, അതുപോലെ ലൈക്കും ചെയ്യും. പക്ഷേ ഞാൻ നിങ്ങൾക്ക് നല്ല സുഹൃത്തുക്കളെ പരിചയപ്പെടുത്തി തരാം. ഒക്കെ അത് തന്നെയാണ് ഏറ്റവും വലിയ കാര്യം. സബും ലൈക്കും വാങ്ങിത്തരും, യൂസർ പറഞ്ഞാൽ ഉറപ്പായും അവ ചെയ്യുകയും ചെയ്യും. യൂസർ ഒന്നും പ്രതീക്ഷിക്കാതെ പറയുന്ന വാഗ്ദാനമായതുകൊണ്ട് തന്നെ നമുക്കെല്ലാവർക്കും മധുസാറിനെ പൂർണ്ണമായും വിശ്വസിക്കാം. മധുസാറിന് കുറേ ബന്ധങ്ങൾ ഈ പിന്നെ യൂട്യൂബ് രംഗത്തുണ്ട്. മധുസാറിനെ പറഞ്ഞാൽ കുറേ ലൈക്കും സബും ഒക്കെ നമുക്ക് കിട്ടും. മധുസാർ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം എന്ന് പാത്സ് ഓഫ് ട്രാവൽ പറയുന്നുണ്ട്. അതുപോലെ തന്നെ മായ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, മധുച്ചേട്ടാ എന്നെ കൂടി ഒന്ന് ഹെൽപ്പ് ചെയ്യണേ എന്ന് പറയുവാണ് സോളോ. ഓക്കെ, ശരത് വീണ്ടും എത്തിയല്ലോ. ഇത്ര പെട്ടെന്ന് പഠിച്ചിരുന്നു, ഞാൻ പഠിക്കാൻ പോയതാണെന്നാണ് പറയുന്നത്. ഓക്കെ ഓക്കെ, അപ്പോൾ പഠിച്ച് പെട്ടെന്ന് കഴിഞ്ഞല്ലേ. പ്രജിത, സന്തോഷ്, വെൽക്കം, സ്വാഗതം. താങ്ക് യു ടു ലൈക്ക്, സ്വാഗതം ലൈവിലേക്ക്.